53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക. ബംഗാളി സംവിധായകനും തിരക്കഥാകൃത്തും നടനുമായ ഗൗതം ഘോഷാണ് ജൂറി ചെയർമാൻ. സെക്രട്ടേറിയറ്റിലെ PR ചേംബറിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. മമ്മൂട്ടി, കുഞ്ചാക്കോ ബോബൻ എന്നിവരാണ് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് എന്നാണ് സൂചന. എന്നാൽ ഈ വർഷം നടിമാരിൽ മത്സരിക്കാൻ താരങ്ങൾ കുറവാണ് എന്നത് ഖേദകരമായ ഒരു കാര്യം തന്നെയാണ്. റോഷാക്ക് എന്ന ചിത്രത്തിൽ മികച്ച കഥാപാത്രമായി എത്തിയ ബിന്ദു പണിക്കരാണ് അവസാന റൗണ്ടിൽ എത്തി നിൽക്കുന്നത്. അതേസമയം നൻപകൽ നേരത്ത് മയക്കം, പുഴു, റോഷാക്ക് തുടങ്ങിയ ചിത്രങ്ങളാണ് മമ്മൂട്ടിയുടേതായി പരിഗണനയിലുള്ളത്. നാത്താൻ കേസുകൊട്, അറിയിപ്പ്, പട എന്നിവയാണ് കുഞ്ചാക്കോ ബോബന്റെ ചിത്രങ്ങൾ. സൗദി വെള്ളയ്ക്ക, അപ്പൻ തുടങ്ങിയ ചിത്രങ്ങൾ അന്തിമഘട്ടത്തിൽ മത്സരിക്കുന്നുണ്ട്. മികച്ച നടൻ, നടി, സഹനടൻ, സഹനടി, സിനിമ, ജനപ്രിയ സിനിമ, സംവിധായകൻ, കഥ, തിരക്കഥ, പ്രത്യേക പരാമർശം, ഗായകൻ, ഗായിക, സംഗീത സംവിധായകൻ, ഗാനരചയിതാവ്, ഛായാഗ്രാഹകൻ, ബാലതാരം, രണ്ടാമത്തെ മികച്ച ചിത്രം, ചിത്ര സംയോജകൻ, ശബ്ദമിശ്രണം തുടങ്ങി ഒട്ടനവധി വിഭാഗങ്ങളിലാണ് മത്സരം നടക്കുന്നത്. 2022 നിരൂപക ശ്രദ്ധ നേടി നിരവധി ചിത്രങ്ങൾ പുറത്തിറങ്ങിയിരുന്നു. സൂപ്പർ താരങ്ങൾക്കൊപ്പം യുവനടന്മാരുടെ ചിത്രങ്ങളും കഴിഞ്ഞ വർഷം പിറന്നു. അതുകൊണ്ട് തന്നെ കടുത്ത മത്സരം തന്നെയാകും നാളെ നടക്കുക. 154 ചിത്രങ്ങളാണ് ജൂറിക്ക് കീഴിൽ സമർപ്പിച്ചത്. അതിൽ 42 സിനിമകളാണ് മത്സരത്തിനായി തെരഞ്ഞെടുത്തത്. എന്നാൽ അവസാന ഘട്ടത്തിൽ 10 ചിത്രങ്ങളിൽ നിന്നാണ് പുരസ്കാരത്തിനായി സിനിമ തിരഞ്ഞെടുക്കുന്നത്. മമ്മൂട്ടിക്കും കുഞ്ചാക്കോ ബോബനുമൊപ്പം പൃഥ്വിരാജും അന്തിമഘട്ടത്തിൽ മത്സരത്തിനുണ്ട്. തീർപ്പ്, ജനഗണമന എന്നീ ചിത്രങ്ങളിലെ മികച്ച പ്രകടനത്തിനാണ് പൃഥ്വിരാജിനെ പരിഗണിച്ചത്. എന്നാൽ മമ്മൂട്ടിക്കും കുഞ്ചാക്കോ ബോബനിലുമാണ് എല്ലാവരുടെയും പ്രതീക്ഷ. കൂടാതെ ഉടൽ എന്ന ചിത്രത്തിലെ അസാമാന്യ പ്രകടനത്തിന് ഇന്ദ്രൻസും, അപ്പൻ എന്ന ചിത്രത്തിൽ അലൻസിയറും, പൂക്കാലത്തിൽ വിജയരാഘവനും, സൗദി വെള്ളയ്ക്കയിൽ ദേവി വർമ്മയും, അപ്പനിൽ പൗളി വിൽസണും പുരസ്കാരവേദിയിൽ പ്രതീക്ഷയുണർത്തുന്നുണ്ട്. മികച്ച ചിത്രങ്ങളുടെ പട്ടികയിൽ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത അറിയിപ്പ്, തരുൺ മൂർത്തിയുടെ സൗദി വെള്ളയ്ക്ക, ഷാഹി കബീർ സംവിധാനം ചെയ്ത ഇലവീഴ പൂഞ്ചിറ, വിപിൻ ദാസിന്റെ ജയ 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 ഹേ തുടങ്ങിയ ചിത്രങ്ങൾ സാധ്യതയിലുണ്ട്. എന്തായാലും സിനിമാസ്വാദകർ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് പുരസ്കാര ചടങ്ങിനായി കാത്തിരിക്കുന്നത്. ആരൊക്കെ വിജയകിരീടം ചൂടുമെന്ന് നാളെ കണ്ടറിയാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.